Friends, welcome to my channel. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാലോ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ആന്റോണിംസ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് മീനിങ് വരുന്നതിനാണ് ആന്റോണിംസ് എന്ന് പറയുന്നത്. എക്സെപ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വീകരിക്കുക എന്നുള്ള മീനിങ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് റെഫ്യൂസ്. ഓക്കെ. ആൻഡ് അപ്പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഏതാണ്? ഡിസ്മിസ്. ഓക്കെ. ആൻഡ് അറൈവ്. അറൈവ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഏതാണ്? ഡിപ്പാർട്ട്. Arrive, depart. Okay, arrival, departure. Attack. Attack എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഏതാണ്? ഡിഫെൻഡ് എന്ന. ഡിഫെൻഡ് ചെയ്യുക. അറ്റാക്ക് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുക. നെക്സ്റ്റ് ഡീപ്പ്. ഡീപ്പിന്റെ ഓപ്പോസിറ്റ് എന്താ? ഷാലോ. ഷാലോ എന്ന ഡീപ്പിന്റെ ഓപ്പോസിറ്റ്. ഈവിൾ എന്ന് പറഞ്ഞാലോ? ഗുഡ്. ഗുഡ് എന്ന് പറഞ്ഞാൽ ഈവിൾ. ഓക്കെ. അപ്പോൾ ആന്റോണിംസിൽ ഇത് സ്കൂൾ ക്ലാസ്സസിലൊക്കെ ചോദിക്കുന്ന, അതുപോലെ തന്നെ PSCക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഗുഡ് ഓപ്പോസിറ്റ് ഈവിൾ. ഗിൽറ്റി. ഗിൽറ്റിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഇന്നസെൻറ്റ്. ഗിൽറ്റിയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നസെൻറ്റ് എന്ന്. ഓക്കെ. ഇല്ലീഗൽ എന്ന് പറഞ്ഞാലോ? ഇല്ലീഗൽ, ലീഗൽ അല്ലാത്തത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ലോഫുൾ, നിയമപരമായിട്ടുള്ള. ഓക്കെ. അപ്പോൾ അക്സെപ്റ്റ് ആണെങ്കിൽ റെഫ്യൂസ്, അപ്പോയിൻ്റ് ആണെങ്കിൽ ഡിസ്മിസ്, അറൈവ് ആണെങ്കിൽ ഡിപ്പാർട്ട്. ഓക്കെ. അറ്റാക്ക് ആണെങ്കിൽ ഡിഫെൻഡ്, ഡീപ്പ് ആണെങ്കിൽ ഷാലോ, ഈവിൾ ആണെങ്കിലോ ഗുഡ്, ഗിൽറ്റി ആണെങ്കിൽ ഇന്നസെൻറ്റ്, ഇല്ലീഗൽ ആണെങ്കിൽ lawful. Okay, thank you.